എന്റെ കണ്ണീരിന്, എന്റെ മക്കളിന്, എന്റെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്റെ മക്കളിന് എന്നെ ദ്രോഹിക്കുകയാണ്. തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മടാള് കൊടുന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഫോണിൽ എന്റെ ഫോണില് വീഡിയോ എടുത്തിരിക്കും. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയോ? ഹായ് ഗൈസ്, ആദ്യം തന്നെ ഈ വീഡിയോന്റെ ഫുൾ ക്ലിപ്പിങ്സ് ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യില്ല. ബിക്കോസ് ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സംസ്കാരത്തിന് എന്താ പറയുക, ആ വേർഡൊന്നും ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കി അത്യാവശ്യം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരുടെ പേജിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഈസ് ഓഫ് കോഴ്സ് ഷാജിദ ഷാജി. ഈവൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷാജിദ ഷാജി ഭയങ്കരണം കടന്ന് കരയുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. നെഞ്ച് കാണിച്ച് നെഞ്ചിലെ പാടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നെ അവർ തല്ലിയതാണ്, എന്നെ അവർ ഉപദ്രവിച്ചതാണ്. അപ്പോൾ ഈ കരച്ചിലും ഈ മുഖത്തുള്ള ഈ പത പോലത്തെ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആർക്കാണെങ്കിലും സങ്കടം തോന്നും. സ്ത്രീ ദയനീയമായി പറയുന്ന ഒരു സാധനം. പക്ഷേ ഇതിൻ്റെ പുറകിൽ വലിയൊരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി എന്താന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ചട്ടി വീഡിയോ കാണുന്നുണ്ട് അവിടെ, അങ്ങനെ യൂട്യൂബില് ചട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് ചട്ടി കാണിക്കാൻ നോ പ്രോബ്ലം. ഷാജിനെ എല്ലാവർക്കും അറിയും. തട്ടെടുത്തിട്ടാടാ, അതെടുത്തിട്ടാടാ, അതെടുത്തിട്ടാടാ. ഉമ്മ ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ഇങ്ങനെ തൊള്ളട ചെയ്യണ. നേരത്തെ കരഞ്ഞ ഷാജിദ ഷാജിയുടെ വേറൊരു മുഖമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ കരച്ചിലിന് തൊട്ട് മുമ്പുണ്ടായ ഒരു സാധനം. അപ്പം എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയുമോയെന്ന്. ഞാൻ റീസെൻ്റ്ലി എന്ന് വെച്ചാൽ ഇന്നലെയോ മെഞ്ഞാന്നെങ്ങാനും ഷാജിദ ഷാജീൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്തൊക്കെയാണെങ്കിലും ഷാജിദ ഷാജി ചെയ്ത ഈ ഒരു കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കാര്യം എന്താണെന്നാണ് ഇപ്പം ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനി പറയുകയാണെങ്കിൽ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ആളുടെ യൂട്യൂബ് ചാനൽ, ആ യൂട്യൂബ് ചാനലിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലിൽ ആളുടെ സ്വന്തം ഉമ്മയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്ത് വീഡിയോ ആണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനതിന് പറയുന്നില്ല. ഉമ്മാൻ്റെ അതിനുശേഷം ഉണ്ടായ സംഭവബഹുലമായ കഥയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റിലാണ് ഈ കരച്ചിൽ നടക്കുന്നത്. നിങ്ങളിനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും, എന്നെ അടിച്ചു, എന്നെ കുത്തി, എന്നെ നുള്ളി, എന്നെ നോവിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ പൈസ പിടിച്ചു വെച്ചു, എന്തൊക്കെ എക്സ്പ്ലനേഷൻ തന്നാലും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്. ഒരാൾക്കും ഈ ഒരു പ്രവൃത്തിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സ്വന്തം ഉമ്മാൻ്റെ മോശപ്പെട്ട വീഡിയോ ഷെയർ ചെയ്ത ഒരു ലേഡിയാണ് നിങ്ങൾ. ഇതിലും അപ്പുറം നിങ്ങളൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പറയേ ചെയ്യണ്ട. നിങ്ങളുടെ സംസ്കാരം ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ കരച്ചിലിനൊന്നും ഒരു വിലയുമില്ല. സത്യസന്ധമായി പറയും, എനിക്ക് ഈ കരച്ചിൽ കാണുമ്പോൾ ഒരു വിലയും എനിക്ക് തോന്നുന്നില്ല. ആ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ യൂട്യൂബിലോ അതിലൊന്നും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. സ്വന്തം ഉമ്മാനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്ന ഒരു മോളുടെ മെൻറ്റാലിറ്റി ആലോചിക്കുക. എന്തിൻ്റെ പുറത്താണെങ്കിലും നമുക്കൊക്കെ നമ്മളുടെ ഈ ലോകത്ത് ദേഷ്യമില്ലാത്ത വ്യക്തികളില്ല. പലരോടും ദേഷ്യം ഉണ്ടാവും എന്ന് കരുതി അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമോ? അപ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണ്? ഈ ഒരൊറ്റ കാര്യത്തിൽ ഷാജിദ ഷാജി എന്ന് പറയുന്ന പെർട്ടിക്കുലർ യൂട്യൂബറിനോട് തോന്നിപ്പോകും. എന്ത് കൂസലില്ലാണ്ടാണ് ഈ ലേഡി സംസാരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വലിയ തെണ്ടിത്തരം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് നാട്ടുകാരൊക്കെ കേട്ട് നിൽക്കുക പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ആ ഉമ്മാക്ക് ഇത് ലീഗലി കേസ് പോകാവുന്നൊരു സാധനം. കാരണം അത്രയ്ക്ക് തെണ്ടിത്തരാണ് ചെയ്തത്. ഇവൻ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഇടാൻ വരെ പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഉമ്മാക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഖാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ
കഞ്ചാവടിയെ മുത്തു ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട വൈറൽ. കഞ്ചാവടിയെ മുത്തു, കഞ്ചാവടിയെ മുത്തു, കള്ളൂടിയ സിനാന്, നിന്റെ പെങ്ങന്മാരെ. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കോൺഫിഡൻസ്. യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇവർ പറഞ്ഞൊരു ഡയലോഗ് കേട്ടോ, നീ ഇട്ടാ വൈറലാവില്ല, ഞാൻ ഇട്ടാ വൈറലാവുന്നു. കോൺഫിഡൻസ്. എന്ത് വൈറല് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യൂട്യൂബേഴ്സിന് മനസ്സിലായി. ഞാൻ സത്യം പറയാം, ഞാൻ വീഡിയോ ഷാജി റിലേറ്റഡ് വീഡിയോ ഇടുമ്പോൾ അതിൽ 100 കമൻറ്റ് ഉണ്ട്, 100ഉം ഷാജിനെ കുറ്റം പറഞ്ഞിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഒരു വിധവയായ ലേഡിയല്ലേ, ഇത്രയും കുട്ടികളൊക്കെ ജീവിക്കുന്നല്ലേ, പിന്നെ എന്തിനാ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായി ഇവരുടെ ഒരു ആക്ച്വൽ സ്വഭാവം എന്താണെന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടെങ്കിലും ഞാൻ ആ വീഡിയോനെ പറ്റി എൻ്റെ ഒറ്റ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഞാനത് സംസാരിച്ചിട്ടുമില്ല. ഞാനത് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആവണ്ട എന്നൊരു മെൻറ്റാലിറ്റി തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇവർ തന്നെ ഇത്രയും കൂസലില്ലാണ്ട് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആരാണെങ്കിലും സംസാരിച്ചു. ഈ ചാനലെ ഒന്ന് വിചാരിച്ചാൽ ബാനാവുന്നതേ ഉള്ളൂ. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം ഏതൊക്കെയോ സ്ഥലങ്ങളിൽ യൂട്യൂബൊക്കെ ഏകദേശം മോണിറ്റൈസേഷൻ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ അങ്ങ് നിർത്താവുന്ന കേസ് കെട്ടേ ഉള്ളൂ. അല്ല ഇന്നോ നാളെയോ 5-6 സ്ട്രൈക്കൊക്കെ വന്നിട്ടുണ്ട്, പോകാവുന്നതേ ഉള്ളൂ. എത്രയോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം ചാനലൊക്കെ പൂട്ടിപ്പോയത് അറിയില്ലേ, ഈ ബെറ്റിംഗ് ഗെയിംസ് പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിൽ. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് യൂട്യൂബ് വലിയൊരു അഹങ്കാരമായി പിടിക്കരുത്. നിങ്ങൾക്കൊക്കെ ഇത്ര മനോഹരമായിട്ട് ആ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാം, അത്രയും ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, നല്ല രീതിയിൽ നല്ല വ്ളോഗ്സും ട്രാവലും കൊളാപ്സും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൂടെ. ഇത് വെറുതെ ലൈവിൽ വന്നിരുന്നിട്ട് സ്വന്തം കുടുംബക്കാരെ കുറ്റം പറയുക, മോശമായ വീഡിയോസ് കാണിക്കുക. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഷാജി എന്ത് വീഡിയോ കാണുന്നുണ്ട് ഞാൻ പറയാം, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടേ അറിയാം. ഞാൻ വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഫേവർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ ഈ ഒരു ആക്ഷൻ ഒരു മോള് എന്നല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും, ഇനി എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനയേ അല്ല. അപ്പം ഈ കോൺട്രവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഷാജിൻ്റെ മക്കളെല്ലാവരും കൂടെ വന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. അതിനെ പറ്റി പറഞ്ഞിട്ട് ഈ ലോക്കൽ കേസ് വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ പറയാമെന്ന് പറഞ്ഞാൽ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. ഇപ്പൊ ഈ എൻ്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ആദ്യം പറയാനുള്ളത്, ഈ എവറി കോയിൻ ഹാസ് 2 സൈഡ് എന്ന് പറയും. അപ്പം ഇപ്പം മോൻ പറഞ്ഞതുപോലെ മോൻ്റെ ഉമ്മാൻ്റെ ഭാഗത്ത് 100% ശരിയാന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉമ്മാൻ്റെ സൈഡിലും ഉണ്ടാവില്ലേ? അതെന്താ മോനെ ആലോചിക്കാത്ത? ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് നിങ്ങളും സോഷ്യൽ മീഡിയനെ ഒരു കുടുംബശ്രീ യോഗമാക്കി മാറ്റരുത്. ഓൾറെഡി മോൻ്റെ ഉമ്മ കണ്ടന്റ് ഇടുന്നുണ്ട്, ആവശ്യത്തിന് ലൈവ് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് വിളിച്ച് വാരി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി ഇതിലോട്ട് വരണ്ട. നിങ്ങൾക്കിനി നല്ലൊരു ഭാവിയുണ്ട്, നന്നായി പഠിക്കുക, നല്ല രീതിയിൽ ഒരു ജോലിയൊക്കെ ചെയ്യുക, അതിനുശേഷം ഉമ്മാനെയൊക്കെ നന്നായി നോക്കുക, ഫ്രണ്ടോട്ട് പോവുക. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തോളൂ, നല്ല രീതിയിൽ ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റ് ചെയ്തോ. ഇതുപോലെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട. നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരണമെങ്കിൽ അത് ഉമ്മ തന്നോളൂ. എന്തിനാണ് മക്കൾ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്? അല്ലേനല്ല, നിങ്ങളും കൂടി ഇതിലോട്ട് ഇറങ്ങാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇതിലോട്ട് ഇറങ്ങിയാൽ പിന്നെ കുടുംബം ഒട്ടാകെ ഈ ഒരു പണിയിൽ മാത്രമായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞല്ലോ. മോനൊന്ന് ആലോചിക്കുക, ഇത് മോൻ്റെ ഉമ്മ ചെയ്തത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണോ? മോൻ്റെ ഉമ്മൂമ്മ മീൻസ് മോൻ്റെ ഉമ്മൂമ്മയോ ഞങ്ങളാണ് അമ്മമ്മ എന്ന് പറയും. മോൻ്റെ അമ്മയുടെ ഇങ്ങനത്തെ ഒരു വീഡിയോ യൂട്യൂബിലിട്ടത് ശരിയാണോ? എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും, എന്തൊക്കെ റീസണിൻ്റെ പുറത്താണെങ്കിലും, ഇഫ് മോൻ തന്നെ കൺസിഡർ ചെയ്യും, ഒരു ദേശത്തിൻ്റെ പുറത്ത് മോൻ്റെ ഉമ്മാൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്ന് 120 ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ഗുഡ്? നല്ലതാണോ? ശരിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, തെറ്റാ.
ഇതിലും വലിയൊരു സാധനം വേറൊന്നും മോൻ്റെ ഉമ്മ കാണിക്കാനില്ല. സോ ഇതിൽ മോൻ അഭിപ്രായം പറയാനുള്ള ഒരു ഇതിലോട്ട് മോൻ എത്തിയിട്ടില്ല. കുറച്ചും കൂടെ ഭാവിയിൽ ഫ്രണ്ടോട്ടൊക്കെ പോയി കുറച്ചും കൂടെ ജീവിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ മോനോട് റിയലൈസേഷൻ കിട്ടും. ഇപ്പം മനസ്സിലാവുകയാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി കുറേ നോക്കുന്നുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടത്? നന്നായി പഠിക്കുക, നല്ലൊരു ജോലിക്ക് കയറുക, ഉമ്മേനെ ഇതുപോലെ ടേക്ക് കെയർ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനത്തെ കണ്ടൻസിലോട്ടൊക്കെ ഇറങ്ങാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളും കൂടെ ഇതിൽ വന്ന് ഇതൊരു വിഷയമാക്കി മാറ്റണ്ട. ഞങ്ങളെ ചേരൂടിലൊക്കെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് കാണിച്ചത്? സെഫീന. കണ്ടോ ഇതോട്ടോ സെഫീന പറഞ്ഞ ആള് ഞങ്ങളെ ചേരൂടിലാക്കാൻ ഇറങ്ങിയിരിക്കുക. അവർക്കൊരു ആവശ്യമില്ല ഞങ്ങൾ ചേരുള്ള. അവര് റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും, ഞങ്ങളെ അങ്ങനെ പറയാനായിരിക്കും. പക്ഷെ ഞങ്ങളെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങള് പിന്നെ ഉമ്മ എന്റെ യൂട്യൂബിൽ ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാൻ കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇതിട്ടത്. ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നാളെ ഇപ്പൊ ആ എന്റെ ഉമ്മമാന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എതിരെ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ കാര്യം ഇട്ടത്. ഓക്കെ, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ഇപ്പം ഉണ്ടാവുക ഒന്ന് പറയുമോ? എനിക്ക് അറിയായിട്ട് ചോദിക്കുക. യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ട് ഉമ്മാനെ പിടിച്ചുകൊണ്ട് പോകാം. ഇവിടെ ചെയ്തത് ഇന്ന ആളാന്ന് അറിഞ്ഞിട്ട് വരെ ഈ കോടതി വെറുതെ നടത്തിയേക്കുക. ഇപ്പം കല്യാണി എന്ന് പറയുന്ന 4 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ചവൻ എന്ത് ചെയ്യുക? അവനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. മേഘ എന്ന് പറയുന്ന പെൺകുട്ടിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ എവിടെ? എന്തായി? ഈ അടുത്ത് ഒരു അഡ്വക്കേറ്റിൻ്റെ മുഖത്ത് അടിച്ച ഒരു വിഷയം എവിടെ? എന്ത്? ഫുൾ തെളിവ് കിട്ടി, ചാറ്റ് കിട്ടി, ഓഡിയോ കിട്ടി, റെക്കോർഡിംഗ് കിട്ടി, ജിസ്മോ. ഇങ്ങനെ എത്ര കേസുണ്ട്? പിന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ടാൽ ഈ വീഡിയോൻ്റെ പുറത്ത് തെറ്റായ വിചാരമാണ്? സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കാര്യം പറയുന്നതിന് ഇതൊന്നും ഒരു എക്സ്പ്ലനേഷനേ അല്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യൂ. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ? ആണോ? അതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? സ്വയം ആലോചിച്ച് നോക്കും മക്കൾ. ഇപ്പം ആലോചിക്കുമ്പോൾ എന്ത് അർത്ഥം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പം ഒന്നും കൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കും. ഇപ്പം വന്നൊരു പോയിൻ്റ് അല്ല അന്ന് വരും. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഞാൻ ആലോചിക്കുക. കാരണം എൻ്റെ യൂട്യൂബിൽ കൂടെ 4-5 പേര് ഇങ്ങനത്തെ വീഡിയോസ് കാണുമല്ലോ എന്നൊക്കെ ഒരു മൈൻഡും മെൻറ്റാലിറ്റിയും ഒക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നിട്ടും വൈ എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദ റീസൺ ഈസ് ഐ കാൺ അക്സെപ്റ്റ് ദിസ്. എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നിങ്ങളൊരു ലേഡിയാണ്. ഒരു ലേഡീൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ, നിങ്ങൾക്ക് അതിന് പറ്റിയല്ലോ. ജസ്റ്റ് തിങ്ക് വെദർ ഈ ഭൂമിയിലോട്ട് വരാൻ കാരണമായ ഉമ്മാൻ്റെ വീഡിയോ ആണ് ചെയ്തത്. കലികാലം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കൊലകാലമാണ്. സോ ഗൈസ്, ബൈ. സ്റ്റേ ട്യൂൺ ഫോർ ദ